യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഇത്രയും വലിയ തിരിച്ചടി ഉണ്ടായിട്ടും ആ മനുഷ്യൻ നേരെയായോ? എപ്പോഴും ഈ അവസ്ഥയിൽ അയാൾ പഴയ സ്വഭാവം തന്നെയല്ല കാണിക്കുന്നത്. കൈക്കും കാലിന് ശക്തിയില്ലാത്തോണ്ട് തല്ലി വേദനിപ്പിക്കാൻ കഴിയില്ലെന്നേ ഉള്ളൂ. പകരം എന്റെ മനസ്സിനെ കുത്തി മുറിവേൽപ്പിക്കുന്നത് അച്ഛൻ കണ്ടില്ല. അങ്ങനെ ഒരു മനുഷ്യന്റെ കൂടെ ഞാൻ എങ്ങനെ ജീവിക്കും അച്ഛ? എതിർത്ത് ജീവിക്കുന്നതിന് ഒരു അന്തസ്സുണ്ട്. ഇതിപ്പോ അയാൾ ഇങ്ങനെ കിടക്കുമ്പോ എതിർക്കാനും മറുത്തൊരു വാക്ക് പറയാൻ പോലും പറ്റാതെ അയാളുടെ പഴി മാത്രം കേട്ട് ജീവിക്കേണ്ട അവസ്ഥയിലായില്ലേ ഞാൻ. ഇന്ന് അയാൾ അച്ഛന്റെ മുന്നിൽ വെച്ച് അത്രയും പറഞ്ഞെങ്കിൽ ഇനി അങ്ങോട്ട് ഞാൻ എന്തൊക്കെ കേൾക്കേണ്ടി അനുഭവിക്കേണ്ടി വരുമെന്ന് അച്ഛനൊന്ന് ചിന്തിച്ചു നോക്ക്. അറിയാം മോളെ, അറിയാം. വലിയ കഷ്ടം തന്നെയാ നിന്റെ കാര്യം. എന്താ ചെയ്യാ? കാണുന്നവരുടെയൊക്കെ മുന്നിൽ വിനയൻ വലിയ ആപത്തിപ്പെട്ട് കിടക്കുന്നു. അവിടെ നിന്റെ സങ്കടങ്ങൾക്ക് എന്ത് വില? പക്ഷേ അച്ഛന് നിന്നെ മനസ്സിലാവും. ഒരുപക്ഷെ ബാലനും നിന്നെ മനസ്സിലാക്കുമായിരിക്കും. എന്നാൽ വിനയൻ ഇനിയും നിന്നെ കൂടുതൽ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇത്രയും കാലം സ്വന്തം ഇഷ്ടത്തിന് മതിച്ച് നടന്നൊരാള് പെട്ടെന്ന് ഇങ്ങനെ നിസ്സഹായനായി കിടന്നുപോയാ അതിന്റെ നൈരാശ്യവും വേദനയും അവൻ തീർക്കുന്നത് ഇതുപോലെ കൂടെ നിൽക്കുന്നവരോടായിരിക്കും. എന്നാ കളഞ്ഞിട്ട് പോവാൻ പറ്റൂ? അങ്ങനെ ചെയ്ത മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്യും. ആ ഒരു അവസ്ഥയാണ് ഇത്തരക്കാരും മുതലെടുക്കുന്നത്. അതിന്റെ മരുന്ന് മോളെ സ്നേഹവും സഹനവും മാത്രം പൊന്നുമോളെ. കുറച്ചുനാളെല്ലാം സഹിച്ച് കടമകൾ ചെയ്യേ. ഒന്നും മനസ്സിൽ കൊടുക്കാതെ കണ്ടില്ല കേട്ടില്ല എന്ന് ഭാവിക്കുക. കുറച്ചു കഴിയുമ്പോ അവൻ പറഞ്ഞു മടുക്കും.